എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത്. വിധവയായ ഒരമ്മായിമ്മയുടെ കൂടെ അന്യദേശക്കാരിയായിരിക്കുന്ന ഈ രൂത്ത് ഇറങ്ങി പുറപ്പെടുക അല്ലെങ്കിൽ പുറപ്പെടാനുള്ള തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ തീരുമാനമല്ല, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. ഓർപ്പ ചുംബിച്ച് പിരിഞ്ഞല്ലോ, അത് കണ്ടിട്ടെങ്കിലും അവൾക്ക് ചുംബിച്ച് പിരിയാമായിരുന്നല്ലോ. അപ്പോൾ ദൈവീയ വിഷയങ്ങളിൽ മറ്റാരെയും കൂട്ടുപിടിക്കരുത്. മറ്റൊരു വ്യക്തി ചെയ്യുന്നത് അനുകരിക്കരുത്. ഇവിടെ നാം പഠിക്കുമ്പോൾ രൂത്ത് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടും അവരുടെ ഭാവി ദൈവത്താൽ സുരക്ഷിതമായി. ഈ രൂത്തിന്റെ പുസ്തകം 4 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ മോവാബിൽ നിൽക്കുന്ന രൂത്താണ്. ഒരു മോവാബിയനോ അമോന്യനോ യഹോവയുടെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് ന്യായപ്രമാണം പറയുന്നു. പിന്നെ എങ്ങനെ അവൾക്ക് ഈ ഭാഗ്യം ലഭിച്ചു, ഈ അനുഭവം ഉണ്ടായി? നമുക്കറിയാം, പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന കാഴ്ചയപ്പം ദാവീദിനും കൂട്ടർക്കും ദൈവം മരുഭൂമി കൊടുത്തില്ലേ? അപ്പൊ പ്രമാണം നൽകിയ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്ന വിധത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല, നമുക്കതിന് അവകാശമില്ല. എന്നാൽ അതുപോലെ അർഹതയില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു രൂത്ത്. 1-ാം അധ്യായത്തിൽ അവൾ മോവാബിൽ അർഹതയില്ലാത്തൊരു സ്ഥാനത്ത്, 2-ാം അധ്യായത്തിൽ ബോവസിന്റെ വയലിൽ കാലാപെറുക്കുകയാണ്. അങ്ങനെയെങ്കിലും ജീവിക്കാമല്ലോ എന്ന ഒരു രീതി. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നാം ഓർക്കണം, എന്നും കാലാപെറുക്കാൻ സ്വർഗം സമ്മതിക്കില്ല. എന്നും കാലാപെറുക്കാൻ സ്വർഗം സമ്മതിക്കില്ല. എന്റെ ജീവിതം ഇങ്ങനെയാണോ, ഞാൻ എന്നും ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകണമോ എന്ന് ഭാരപ്പെട്ട് വിഷമിക്കരുത്. അടുത്ത പടി അവൾ ബോസിന്റെ കളത്തിലാണ്. കാല പെറുക്കുകയല്ല, മടി നിറയെ പിടിച്ചോണ്ട് പോവുകയാണ്. കാല പെറുക്കിയിരുന്ന ഈ അന്യജാതിക്കാരിയായ സ്ത്രീ കളത്തിലേക്ക് ചെന്ന് മടി നിറയെ വാങ്ങുവാൻ യോഗ്യനാക്കിയ ദൈവം അവളുടെ തീരുമാനമാണ് അവളുടെ ഭാവിയെ അനുഗ്രഹിച്ചത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇവൾ ആ വയലിന്റെയും കളത്തിന്റെയും ഒക്കെ യജമാനത്തിയായി മാറുകയാണ്. എത്രയോ കൊയ്ത്തുകാർ, വേലക്കാർ ബോവസിനുണ്ട്. വർഷങ്ങളായി പണി ചെയ്യുന്ന എത്രയോ പേർ അവനുണ്ട്. അവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു പദവിയല്ലേ കാലാപെറുക്കാൻ വന്ന രൂത്തിനെ യജമാനത്തിയാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ എന്തിന് കാരണം ഒന്നേ ഉള്ളൂ, തീരുമാനത്തിലാണ് ഭാവി നിശ്ചയിക്കുന്നത്. ആര് വിചാരിച്ചു കാലാപെറുക്കാൻ വന്ന ഇവൾ യജമാനത്തിയാകുമെന്ന്? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന്റെ ഭാവി നിശ്ചയിക്കാൻ ആർക്ക് കഴിയും? നീ എന്തിനിവിടെ വന്നു എന്ന് ദാവീദിനോട് സഹോദരന്മാർ ചോദിച്ചില്ലേ? പക്ഷേ അവിടെ വെച്ച് തന്നെ ദാവീദ് ഉയർത്തപ്പെട്ടില്ലേ? ഇന്ന് പകൽ ശ്രദ്ധിക്കുക, ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ
തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാമെങ്കിൽ ഭാവി ദൈവം നിശ്ചയിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.